ഇന്ന് പുറത്തു വന്ന പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL ൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ പുതിയൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB 1,50,00,000-ത്തിനാണ് ടോം കറനെ സ്വന്തമാക്കിയത്. അടുത്ത IPL ൽ RCBക്ക് വേണ്ടി ടോം കറനെ പലതും ചെയ്യാൻ സാധിക്കും. ഇപ്പോഴിതാ ടോം കറനെ ബാൻ ലഭിച്ചിരിക്കുകയാണ്. ബിഗ് ബാഷ് ലീഗിലാണ് ടോം കറനെ വിലക്ക് ലഭിച്ചത്. 4 മാച്ചിൽ നിന്നാണ് താരത്തിന് ബാൻ ലഭിച്ചത്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് അമ്പയറെ തടസ്സപ്പെടുത്തി പിച്ചിലൂടെ ടോം കറൻ ഓടാൻ ശ്രമിച്ചു. അതിനാണ് താരത്തിന് ബാൻ ലഭിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ ടീമിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. CSKയുടെ എല്ലാമായ ധോണിക്കാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. ധോണിക്ക് പരിക്കാണ്. താരത്തിന് നേരത്തെ തന്നെ കാലിൽ ഇഞ്ചറി ഉണ്ടായിരുന്നു. ശേഷം താരം സർജറിക്ക് വിധേയനായി. പിന്നീട് ധോണി ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ധോണി IPL 2024 കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. CSK CEO ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ധോണി ഇതുവരെ കളിക്കാമെന്ന് യെസ് മൂളിയിട്ടില്ല. അദ്ദേഹം ഇതുവരെ പ്രാക്ടീസിന് വന്നിട്ടില്ല. പൂർണ്ണ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ധോണി കളിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. CSK ആരാധകർ നിരാശയിലാണ്. ധോണി കളിച്ചില്ലെങ്കിൽ അത് ചെന്നൈക്ക് പണിയാണ്. ധോണി IPL ൽ കളിക്കുമോ ഇല്ലയോ എന്നത് വരുന്ന ദിവസങ്ങളിൽ അറിയാമെന്നാണ് CSK CEO പറഞ്ഞത്. കഴിഞ്ഞ IPL ലാണ് ധോണിക്ക് കാലിൽ പരിക്കേറ്റത്. ആ പരിക്കാണ് ഇപ്പോൾ പണിയായിരിക്കുന്നത്. സർജറി കഴിഞ്ഞിട്ടും ധോണിക്ക് ആ പഴയ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല. ധോണി അടുത്ത IPL കളിക്കില്ലെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ പാണ്ഡ്യയെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോൾ മുംബൈ ടീമിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. പാണ്ഡ്യയ്ക്ക് അടുത്ത IPL കളിക്കാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കാരണം പാണ്ഡ്യയുടെ ഇഞ്ചറി ഭേദമായിട്ടില്ല. പാണ്ഡ്യ IPL 2024 നിന്ന് റൂൾ ഔട്ട് ആയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുംബൈ ടീമിന് ഇത് വലിയ പണിയായിരിക്കുകയാണ്. ഇപ്പോഴത്തെ മുംബൈ ഇന്ത്യൻസ് പുതിയൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. പാണ്ഡ്യ പുറത്തായാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ രോഹിത് ശർമ്മ ഇനി ക്യാപ്റ്റൻസി ഏറ്റെടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. പാണ്ഡ്യ പുറത്തായാൽ സൂര്യകുമാർ ആയിരിക്കും അടുത്ത IPL ൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ എന്നും റിപ്പോർട്ടുണ്ട്. രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പാണ്ഡ്യ പുറത്തായിട്ടും രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാത്തത്. എന്തായാലും സൂര്യകുമാർ മികച്ചൊരു ക്യാപ്റ്റനാണ്. സൂര്യ മുംബൈ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.